My beautiful souls, very good morning. Have a great day, guys. അഗെയിൻ നമ്മളൊരു മറ്റൊരു ഏർലി മോർണിംഗ് റീഡിംഗ് ആണ്. ഈ സമയം ഇപ്പം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഐ ഹേർഡ് സംതിങ് ഫോർ യു ഫ്രം മൈ സ്പിരിറ്റ്. ഓക്കെ, ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, ഓർ ഈ സമയം നിങ്ങളിത് കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, ഓർ ദിസ് വീഡിയോ വിൽ ചേഞ്ച് യുവർ ലൈഫ്. മേ ബി ഈ സമയത്ത് നിങ്ങൾക്ക് ത്രൂ ദിസ് റീഡിങ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നിങ്ങൾ കേൾക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമായിരിക്കാം, ഓർ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആയിരിക്കാം, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ബിക്കോസ് വെരി സ്ട്രോങ് സൈക്കിക് മെസ്സേജ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ലൈക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ സാധിക്കുന്നുണ്ട് വിത്ത് ക്ലാരിറ്റി. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഒരു കൺഫർമേഷൻ, ഒരു ഗോ ഹെഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഹിയറിംഗ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ. എവിടെയാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ വേണ്ടത്. സോ പ്രോബബ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം ഈ ജേർണി നിങ്ങൾ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അവിടെയായിരിക്കാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാത്തത്. സോ പല പല പാത്തിലൂടെ നിങ്ങളുടെ ലൈഫ് കുറച്ച് സമയമായിട്ട് പോയിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? ബട്ട് ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്ന്, ചില സിറ്റുവേഷന് നിങ്ങളിങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും റോങ് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്. ചില പ്ലേസിൽ നിങ്ങൾക്ക് വളരെ ഡിസ്കണക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ഇതൊക്കെ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനാണ്. യു ആർ പ്രൊട്ടക്റ്റഡ്. നിങ്ങളവിടെ വളരെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഈവൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ആവുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ റീസെൻ്റ് ആയിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. അത് ജോബ് ആയിരിക്കാം, ചില റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, ഓക്കെ, ഓർ ചില ആളുകളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എവിടെയാണോ സേഫസ്റ്റ് പ്ലേസ് അവിടേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങളെ സേഫ് ആയിട്ട് നോക്കാൻ സാധിക്കുക, എവിടെയാണോ നിങ്ങൾ സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കുക. ബിക്കോസ് നിങ്ങൾ പോയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസർ ആണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ വളരെ ലോസ്റ്റ് ആയിട്ട് ഒരു ചില സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉള്ളൊരു കൂടുതൽ കൺഫർമേഷൻ ആണ്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം എന്താണോ സംഭവിക്കുന്നത്, അവിടെ നിങ്ങൾ വളരെ ലോസ്റ്റ് ആയിട്ട് പോവല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതല്ല. നിങ്ങൾ റൈറ്റ് പ്ലേസിലേക്ക് അലൈൻഡ് ആയിട്ട് വരികയാണ്, റൈറ്റ് ആളുകളിലേക്ക് അലൈൻഡ് ആയിട്ട് വരികയാണ്, റൈറ്റ് ഇൻസൈറ്റിലേക്ക് നിങ്ങൾ കണക്റ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, സോ വെരി സൂൺ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വെരി സൂൺ നിങ്ങൾക്ക് ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് അവിടെ വെളിച്ചുണ്ടാവും, നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് പകല് പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ചില കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, റൈറ്റ്? ബട്ട് യുവർ പാത്ത് ഇസ് ക്ലിയറിങ്. അൺഎക്സ്പെക്റ്റഡ് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ഇമോഷനിൽ, റൈറ്റ് ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ആവുന്നത് പോലെയാണ്. ഓക്കെ, അഗെയിൻ നമ്പർ 743, നമ്പർ 7 ഈസ് എ സ്പിരിച്വൽ അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് സോൾ അവെയർനെസ്, സ്പിരിച്വൽ അവെയർനെസ്. ചില കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ചില പ്ലേസിലേക്ക് കൊണ്ടുപോയത്, എന്തിനാണ് ചില പ്ലേസിൽ നിന്ന് നിങ്ങളിങ്ങനെ ഡിസ്കണക്റ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അവിടെ ഹെൽപ്ലെസ് ആയിരുന്നു, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സ്ലീപ്പിംഗ് മോഡായിരുന്നു. ഓക്കെ, കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഈവൻ ആ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്തൊക്കെ അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെ? ചില ആളുകൾ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. ലൈക്ക് എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ഫോം ആവുന്നത്, അങ്ങനത്തെ ഒരു സ്ലീപ്പിംഗ് സ്റ്റേജിലായിരിക്കാം കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. എവിടെ നിങ്ങൾ കണക്റ്റഡ് അല്ല, ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് എവിടേക്കോ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ബട്ട് വെരി സൂൺ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അനുഭവിക്കുന്നത്
എന്തിനാണ് ചില പ്ലേസിലൂടെ നിങ്ങൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്തത്. മേ ബി ലൈക്ക് ചില പ്ലേസിൽ നിങ്ങളെ കൊണ്ടുവച്ച സമയത്ത്, ചില മാറ്റങ്ങളിലൂടെ നിങ്ങൾ പോയ സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംഭവിക്കുക എന്നുള്ളത്. ബട്ട് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത്, അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യും എത്ര ഒരു മാജിക്കൽ മൊമെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്, എത്ര ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അവിടെ റൈറ്റ് പ്ലേസിൽ നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരികയാണ്, റൈറ്റ് ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ആയിട്ട് വരികയാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, അനുഭവിക്കേണ്ടതായിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ. ഓക്കെ, സോ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ ജേർണിയിൽ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു വഴികാട്ടി, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനത്തെ ഒരു ജേർണിയിൽ കൂടെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. എ സോൾ, റൈറ്റ്? നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഈവൻ നിങ്ങൾക്ക് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിലും, ഈവൻ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ലെസൺ ആണെന്നുണ്ടെങ്കിലും, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി തരുന്നത് പോലെയാണ്. ഓക്കെ, അവരും ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ആളുകളോട് ക്ഷമിക്കാനോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുടെ ഒരു പ്രസൻസ് എന്താണ്, അങ്ങനത്തെ ആളുടെ ഒരു പേർപ്പസ് എന്തായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സെയിം ജെൻഡർ ആയിരിക്കാം, നിങ്ങളെക്കാളും വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഇങ്ങനത്തെ ഒരു പാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആരെങ്കിലും കാരണം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് അവേക്കൻ ആവുന്നത് പോലെയാണ്. നിങ്ങൾക്ക് തോന്നും ചില ആളുകൾ നിങ്ങൾ വലിയ രീതിയിൽ വിഷമിപ്പിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, ഈവൻ അവർ അങ്ങനെ ആയിരിക്കാം, ബട്ട് അത് നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് ലൈഫിൽ, അതാണ് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ആൻഡ് അത് എക്സാക്ട്ലി ഇതാണ് ഈ ഒരു മെസ്സേജ് ആയിരിക്കാം നിങ്ങൾ കേൾക്കേണ്ടത്. ഇതായിരിക്കാം നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു പെർസെപ്ഷൻ മാറ്റുന്നത്. ഇതായിരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്യാനും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനും സാധിക്കുന്നത്. സോ എന്തുകൊണ്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വന്നു, മാറി നിന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നു, ഇത് ഒന്നുകിൽ എന്തോ ഒരു കാര്യം അവർ വഴി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർ വഴി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, റിലേറ്റ് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു പേർപ്പസ് നിങ്ങൾ കണക്ട് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ റീകണക്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പേർപ്പസ് തീരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അവിടെ ഉണ്ടാവുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വളരെ ഒരു ഹെവൻലി ഫീൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രസൻസോട് കൂടിയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത്, ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും, ഓക്കെ, ഏതോ വ്യക്തിയോ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഹെൽപ്പ് ചെയ്തതോ, അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള എന്താണോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി അല്ലെങ്കിൽ ഡിവൈൻലി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു മാസ്കുലിൻ ഫെമിനിൻ സിറ്റുവേഷൻ റിലീസ് എപ്പോഴാണ് നിങ്ങൾ റിലീസ് ചെയ്യുക? ചില കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എണീക്കാൻ പോവാണ് പല പ്ലേസിൽ നിന്ന്. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അവേക്കൻ ആയിട്ടുണ്ടായിരിക്കുകയാണ്. സോ പല തരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, പല തരത്തിലുള്ള യൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് കാണാനും, ചില ബേർഡൻസ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാനും സാധിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോവാണ്. അവിടെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ വളരെ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. എക്സാക്ട്ലി നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അഗെയിൻ ബട്ടർഫ്ലൈസ്. ഓക്കെ, നിങ്ങൾ ചില പ്ലേസിൽ സറണ്ടർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യല്ല, നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ പ്ലേസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ടു സറണ്ടർ സംതിങ്. നിങ്ങൾ അവിടെ കാര്യങ്ങൾ
വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി ചില കാര്യങ്ങൾ നിങ്ങൾ അതുവരെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഡൗട്ട്സ്, ഫിയർ, അതൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതും അതാണ്. ഓക്കെ, എവിടേക്ക് നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്യണം, എവിടേക്ക് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യണം, എവിടേക്ക് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട പ്ലേസ് ഉണ്ടാവുന്നുണ്ട്, റിലേറ്റ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഇത് എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു റീസൺ ഉണ്ടായിരുന്നോ? നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടതിനൊരു റീസൺ ഉണ്ടായിരുന്നോ? നിങ്ങൾ റിജക്റ്റ് ആയതിന് ഒരു റീസൺ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഫെയിൽ ആയതിനൊരു റീസൺ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് സമയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനൊരു റീസൺ ഉണ്ടായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് വേദനിക്കേണ്ടി വന്നു കുറച്ച് സമയമായിട്ട്, അതിനൊരു റീസൺ ഉണ്ടായിരുന്നു? ആ ഒരു റീസണാണ് നിങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വലിയ വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ പോകുന്ന അത്രയും വിഷമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രഷറും ആ ഒരു ലോസ്റ്റ് ഫീലിങ്സും എവിടെയും പിടിച്ചു നിൽക്കാൻ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലൈഫ് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു മാറ്റം, എപ്പോഴും മാറ്റം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. വേദന ഇല്ലാണ്ട് ഒരു മാറ്റവും സംഭവിക്കില്ല, റൈറ്റ്? അങ്ങനത്തെ ഒരു മാറ്റം, അതാണ് നിങ്ങൾക്ക് ആ ഒരു വേദന തരുന്നത്, അതാണ് നിങ്ങൾക്ക് ആ ഒരു ലോസ് ഫീലിങ്സ് തരുന്നത്, അതാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത്. ബിക്കോസ് അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു മാറ്റത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. ആൻഡ് വെരി സൂൺ ചില ആളുകൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളത്, അല്ലെ? നിങ്ങളൊരു ബെറ്റർ പ്ലേസിൽ എത്തുന്ന സമയത്ത് ബെറ്റർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ്, നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ കാണുകയാണ്. ഓക്കെ, സോ ചില പ്ലേസ് നിന്ന് നിങ്ങൾ മാറ്റി വെച്ചു, ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഗോണ മീറ്റ് അഗെയിൻ. സോ നിങ്ങളുടെ ഡൗട്ട്സ്, ഫിയർ, കൺഫ്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലത് വളരെ ഡിസ്കണക്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഉറങ്ങി, കുറേ കാലമായിട്ട് നിങ്ങൾ ഉറങ്ങി, നിങ്ങൾക്കൊന്നും അറിയില്ല എന്തൊക്കെയാ സംഭവം, എന്തൊക്കെ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോയതെന്ന് അറിയില്ല. നിങ്ങൾ എണീക്കുന്ന സമയത്താണ് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുക, അല്ലെ? ആ ഒരു ഹങ്കർ നിങ്ങൾക്ക് ഉണ്ടാവുക, വിശപ്പ്, ദാഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുക. പല കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങുക, അന്വേഷിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ, റൈറ്റ്? സോ ചില ആളുകൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോഴാണ് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് അവേക്കൻ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കും. പുതിയ പ്ലേസ്, പുതിയ അനുഭവം, ഈവൻ പഴയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ അനുഭവങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ ഈവൻ അനുഭവിച്ചു പോയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് ഒരു പുതിയ ഒരാളായിട്ട് എണീക്കുന്നത് പോലെ, പുതിയ അനുഭവങ്ങളായിട്ട് നിങ്ങൾ എണീക്കുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങൾക്ക് അത്രയും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോലും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ അത്ര കാലം എന്തെങ്കിലുമൊക്കെ വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എണീക്കുന്നത്, നിങ്ങൾ സ്പിരിച്വലി അവേക്കൻ ആവുന്നതായിരിക്കാം. ഓക്കെ, എണീക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ പുതിയ അനുഭവങ്ങളായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. ഇഫ് ദിസ് വീഡിയോ ഫൗണ്ട് യു ഗൈസ് ആർ സോ സ്പെഷ്യൽ സോൾ, ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് ഈ വീഡിയോ എല്ലാവർക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ചില കാര്യങ്ങൾ അറിയുന്ന സമയത്ത്, അവെയർ ആവുന്ന സമയത്ത് എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഓർ ചില ആളുകൾ അവേക്കൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കഴിവുകൾ, നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഒക്കെയാണ് നിങ്ങളുടെ സോളിന്റെ പ്രത്യേകതകളും അത് അനുഭവിക്കുന്ന ആ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ അവെയർ ആവുന്നത്. സോ ചില കാര്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ലിറ്ററലി നിങ്ങളെ ട്രീറ്റ് ചെയ്യാണ്, ബെറ്റർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. എഗെയിൻ ഒരു പവറുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പവേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു,
നിങ്ങളുടെ പാഷൻ, പേർപ്പസ്, നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ, ഇവിടെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ പഴയ ഒരു ഐഡന്റിറ്റിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളുടെ സോളിനെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ള നിമിഷമാണ്, അല്ലെങ്കിൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത്ര കാലം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സോളിന് അത്ര അടുത്തതല്ല. ഓക്കെ, നിങ്ങൾ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോയി പല ആളുകളുടെ അടുത്തുനിന്നും പല സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സ്വഭാവങ്ങളും നിങ്ങളുടെ ലെസൺസും ഒക്കെ ആയിരിക്കാം, നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സമയമായിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുന്നുണ്ട്. സ്പിരിച്വലി വരുന്ന സമയത്ത്, സോൾ വൈസ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് അവേക്കൻ ആവുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഉണരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ അവിടെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. Number 7 again, spiritual changes you can expect. ഓക്കെ, നിങ്ങളുടെ മനസ്സ്, ശരീരം ഒക്കെ വളരെ ക്ലെൻസ് ആക്കുന്നുണ്ട്, വളരെ ക്ലെൻസ്ഡ് ആവുന്നുണ്ട് നാച്ചുറലി. ഓക്കെ, ക്രിയേഷൻ ആൻഡ് അഗെയിൻ നിങ്ങൾ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ലൈക്ക് ക്രിയേഷന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ആൻഡ് ചില കാര്യങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ പറ്റി. ഇത് കുറച്ചുകൂടെ ഡീപ്പ് ലൈഫ് ലെസൺസോ അല്ലെങ്കിൽ ഡീപ്പ് ലൈഫ് പേർപ്പസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും മേജർ ലൈഫ് പേർപ്പസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ ഇറ്റ്സ് ലൈക്ക് ഒന്നുകിൽ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളായിട്ടാണ് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈൻ ആയിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് ആളുകളോ ഡിവൈനോ ആയിക്കോട്ടെ, നമ്മൾ പറയല്ലോ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരാം ചില എനർജിയിലേക്ക്, ചില പവറിലേക്ക്. അത് നിങ്ങളുടെ പേർപ്പസും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സോളിനെ കൂടുതൽ അനുഭവിക്കുക, കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആ ഒരു പവറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്ററിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത് പോലെയാണ്. ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർ ഉണ്ട് അല്ലെ, യൂണിവേഴ്സ് ഓർ വാട്ട് എവർ ദ പവർ യു ബിലീവ്. നിങ്ങൾ അതിലേക്ക് ഒന്നിൽ കൂടുതൽ അലൈൻഡ് ആയിട്ട് വരാണ്, ഓർ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ അലൈൻഡ് ആയിട്ട് വരാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ് ഇപ്പം, അല്ലെങ്കിൽ വെരി സൂൺ ഇൻ യുവർ ലൈഫ്, വിത്തിൻ നോ ടൈം. ഓൾറൈറ്റ്, ചില ആളുകളുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് നിങ്ങൾ ചില ആളുകൾക്കെങ്കിലും നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പ്ലഷർ, ഒരു ലൈക്ക് ഡീപ് പ്ലഷർ. നിങ്ങളുടെ ബോഡി എക്സ്പാൻഡ് ആവുന്നത് പോലെ ഐ ക്യാൻ ഫീൽ. നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോൾ. ഓക്കെ, സന്തോഷം ഉണ്ടാവുക. ഓക്കെ, സന്തോഷം ഉണ്ടാവുകയാണ്, ഒരു ലൈക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു സന്തോഷം. ഓക്കെ, അത് നിങ്ങളുടെ സോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആക്ഷൻ, ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്നുണ്ട്, കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിന് വളരെ ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. ചില ആളുകൾ സീ ഹൗ ബ്യൂട്ടിഫുള്ളി, ഓ മൈ ഗോഡ്, ദിസ് കാർഡ്സ് ആർ സോ പവർഫുൾ. ഫോക്കസ്. ഐ ഷുഡ് ടെൽ ദിസ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയത്ത് സില്ലി ആയിട്ട് എടുക്കരുത്. സ്പെഷ്യലി ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിൽ. ഒന്നുകിൽ നിങ്ങളുടെ പാഷൻ, പേർപ്പസ്, ഏതൊരു വ്യക്തിയായിരിക്കാം, എന്തെങ്കിലും കണക്ഷൻ ആയിരിക്കാം, ഒരു പവറുമായിട്ട് നിങ്ങൾ കൂടുതൽ അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര കാലമായിട്ട് ബേർഡൻ ആയിട്ട് വെച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് റിലീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എഗെയിൻ ഇതേ പാറ്റേണിൽ നിങ്ങളെ ആഡ് ചെയ്യേണ്ട ആളാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ബ്യൂട്ടിഫുൾ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഈവൻ ലൈക്ക് നിങ്ങളുടെ റൂം പോലും ആയിക്കോട്ടെ, അവിടെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്.
അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ചില പ്ലേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുക്കുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ആയിരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അവിടെ നിന്നായിരിക്കാം നിങ്ങൾ എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നായിരിക്കാം നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകുന്നത്, ആരെങ്കിലും റീകണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, റീകണക്ഷൻ. ബിക്കോസ് നിങ്ങൾക്ക് ആരെയോടൊക്കെയോ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്കത് അതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ മാറി നിൽക്കുകയാണ്, എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ട ഒരു ടൈമാണ്. ഈവൻ അത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേർപ്പസിലാണെന്നുണ്ടെങ്കിലും, ആൻഡ് നിങ്ങളത് എടുക്കണം എന്നുള്ളതല്ല, നിങ്ങളത് എടുക്കും. നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ പേർപ്പസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ, ഒരു അപ്ലിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസ്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ക്ഷമ എന്താന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ക്ഷമ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ലൈക്ക് ഇത് എത്ര ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഈ റീഡിങ് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ബട്ട് അതേസമയം കുറച്ചൊരു ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് തരുന്ന ഒരു റീഡിംഗ് ആണ്. ഓക്കെ, ബിക്കോസ് ലൈക്ക് ഐ ക്യാൻ സീ എ പേഴ്സൺ, ബിക്കോസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോയി ആ ഒരു ഡാർക്ക് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ചില കാര്യങ്ങൾ, പാസ്റ്റിലെ ചില കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടും വളരെ വൈസായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ചില ആളുകൾ, എന്തുകൊണ്ട് ചില സിറ്റുവേഷൻ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്നുള്ളത് എന്ന് ഞാൻ പഠിച്ചു. ലൈക്ക് അത് പ്രോബബ്ലി നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഐ നോ മേ ബി ലൈക്ക് ഈ ഒരു റീഡിങ്ങിൽ ഞാൻ കുറേ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഇൻസൈഡ് മീ. അത് എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. ഓക്കെ, റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, ബട്ട് ഐ ക്യാൻ ടെൽ യു, ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾ എന്താ അവസ്ഥയിൽ കൂടെ പോയിന്നൊന്നുമില്ല, ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഫൊഗീവ് ചെയ്യുക, ചില പ്ലേസിൽ ചാൻസസിലേക്ക് വരിക, പുതിയ അവസ്ഥയിലേക്ക് വരിക, പുതിയ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിന് ആ ഒരു റിലീഫ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ പല കൺഫ്യൂഷന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. എക്സാക്ട്ലി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. രാത്രിയിലാണ് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു പകൽ വെളിച്ചുണ്ടാവുകയാണ്. സോ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചതൊക്കെ മേ ബി ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. സോ പലതിലും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. റിലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മളെ പറ്റിയിട്ട് എന്താന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമുക്കൊരു വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. റൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.